നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു കൂടുമാറ്റം കൂടി നടന്നിരിക്കുന്നു. ബി ജെ പിയുമായി ഇടഞ്ഞു നിന്നിരുന്ന ബി ജെ പിയുടെ ശബ്ദമായിരുന്ന മുഖമായിരുന്ന യുവ നേതാവ് സന്ദീപ് വാര്യർ ഒടുവിൽ അങ്ങനെ ബി ജെ പി വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുന്നുണ്ട്. ബി ജെ പിയുമായി അകന്നപ്പോൾ തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകുമെന്നത് ഉറപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ അതിന് വെടിപൊട്ടിച്ച് രംഗത്തെത്തിയത് CPIM ആണ്. പാലക്കാട് പാർട്ടിയുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് AK ബാലൻ, അദ്ദേഹം നിലവിൽ അത്തരം പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു പാർട്ടികൾ വിടുന്നവരെ സ്വന്തം പാർട്ടിയിലേക്ക് എത്തിക്കുക എന്ന വളരെ വലിയൊരു ഉദ്യമം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ സന്ദീപ് വാര്യർ ഇടഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചർച്ചകൾ നടത്തി, പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ നടത്തി. ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവായിട്ട് അദ്ദേഹം മാറും എന്നാണ് AK ബാലൻ പറഞ്ഞത്. അങ്ങനെ വലിയൊരു പ്രതീക്ഷയിൽ CPIM ഇരിക്കുകയുമായിരുന്നു. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവിനെ തങ്ങൾക്കൊപ്പം എത്തിച്ചാൽ കഴിഞ്ഞ 2 തവണയായി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ സമയത്തൊന്നും പ്രതികരിച്ചില്ല. പിന്നാലെ CPIയിലേക്ക് പോകുന്നു എന്ന ചില വാർത്തകൾ ഉണ്ടായി. ആ സമയത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് K മുരളീധരനാണ് പ്രധാനമായിട്ടും അതിന് മറുപടി പറഞ്ഞത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ട, സന്ദീപ് വാര്യർ കൂടി വന്നുള്ള പ്രശ്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ചില നേതാക്കളൊക്കെ തന്നെ വന്നാൽ സ്വീകരിക്കും, സ്വാഗതം ചെയ്യുമെന്ന തരത്തിൽ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അന്നേ പ്രതികരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ എന്തെങ്കിലും കോൺഗ്രസ് ചർച്ച നടത്തുന്നതായിട്ട് യാതൊരു വാർത്തകളും ഇല്ലായിരുന്നു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ അനങ്ങുന്നതേ ഇല്ല, എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നതേ ഇല്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഏതാണ്ട് 4 നാൾ മാത്രം ശേഷിക്കെ, പരസ്യ പ്രചരണത്തിന് ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് ഇന്നലെ രാത്രിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയാണ് എതിരാളികളെ ഞെട്ടിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിൽ എത്തിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു അപ്പർ ഹാൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് CPIമിനുള്ള കനത്ത ഒരു അടിയാണ് 2 തരത്തിൽ. ഒന്ന്, ഈ സന്ദീപ് വാര്യരെ കൈക്കലാക്കാൻ പാട്ടിലാക്കാൻ കാത്തിരുന്ന AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുള്ള ഒരു അടി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ സ്വന്തം പാളയത്തിലായിരുന്ന P സരിനെ മറുകണ്ഠം ചാടിച്ച് അവിടെ LDFന്റെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി തന്നെയാക്കിയ CPIM അവർക്ക് ഇങ്ങനെ അവസാന സമയത്ത് കൊടുത്ത ഒരു അടി കൂടി ഈ ഒരു നീക്കത്തിലൂടെയുണ്ട്. മറുവശത്ത് BJP വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്നുമുള്ള ഒരു യുവ നേതാവ്, തീപ്പൊരു നേതാവ്, ഇത്രയും കാലം പാർട്ടിയുടെ നാവായി നിന്ന ഒരു നേതാവ്, ആ നേതാവ് സാമാന്യം ഈ പാലക്കാട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാര്യമായ ബന്ധങ്ങളുണ്ട്, അത്യാവശ്യം അണികളും ഒക്കെയുണ്ട്, പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. മറ്റ് പരിചയപ്പെടുത്തലുകളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു യുവ നേതാവ്. ആ നേതാവ് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിട്ടുപോകുമ്പോൾ പാർട്ടി അക്കാര്യത്തിൽ വലിയൊരു പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട്. C കൃഷ്ണകുമാർ NDAയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ നേരത്തെ ഫേസ്ബുക്കിലൂടെ സന്ദീപ് ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ സംസ്ഥാന നേതൃത്വം സന്ദീപ് വാര്യരെ തള്ളിപ്പറയുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തിയത്. K സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ സന്ദീപ് വാര്യരെ തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വരിക, അദ്ദേഹം പാർട്ടിയിൽ സജീവമാകുക എന്നൊരാവശ്യമാണ് ഉന്നയിച്ചത്. അതേസമയം ഈ സന്ദീപ് വാര്യർ ഉന്നയിച്ച ചില വൈകാരികമായ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനോ അതിനെ മുഖവിലേക്കെടുക്കാനോ പോലും BJP തയ്യാറായതുമില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. BJP ഇവിടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ഒരു മേൽക്കൈ തങ്ങൾക്കുണ്ട് എന്ന ഒരു അവകാശവാദത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരം ഒരു തിരിച്ചടി പാർട്ടിക്ക് നേരിട്ടിരിക്കുന്നത്. അത് പുറമേ അവർ ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ അപ്രസക്തമായ ഒരു വ്യക്തിയാണ്, പ്രസക്തമായ ഒരു പാർട്ടിയിലേക്ക് പോയി എന്ന് പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയൊക്കെ പറയുന്നുണ്ട്. K സുരേന്ദ്രൻ പരിഹസിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പ്രതികരിച്ചത്. പറയുന്നത് അവിടെ വലിയ കസേരകൾ കിട്ടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ പുറമേ പറയുമെങ്കിൽ പോലും സന്ദീപ് വാര്യരെ പോലുള്ളൊരു നേതാവിന്റെ കൂടുമാറ്റം, ഈ 4 ദിവസം മാത്രം ഉപതെരഞ്ഞെടുപ്പിന് ശേഷിക്കുള്ള ഒരു കൂടുമാറ്റം, അത് BJPയെ ഏത് തരത്തിൽ പ്രതിരോധത്തിലാക്കുമെന്നത് നമുക്ക് കാത്തിരുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെ BJPക്ക് ഇത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറുവശത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. അവിടെ ശക്തമായൊരു ത്രികോണ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
കൂടുതൽ പ്രശ്നങ്ങൾ കോൺഗ്രസിലാണ് എന്ന് തുടക്കം മുതൽ വരുത്തി തീർത്തിരുന്നു മറ്റു രണ്ട് പാർട്ടികളും. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു നല്ലൊരു നേതാവിനെ മറുകണ്ഠം ചാടിച്ചു കൊണ്ടുവന്ന് ഒപ്പം നിർത്താൻ കഴിഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ്. അവർക്ക് അവസാന മണിക്കൂറുകളിൽ ഉണ്ടാക്കുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ഒരു എനർജി പമ്പ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2-3 ദിവസത്തെ പരസ്യ പ്രചരണം അവശേഷിക്കെ ആ പരസ്യ പ്രചരണ രംഗത്ത് അവർക്ക് കിട്ടും. സന്ധ്യ വാര്യര് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സജീവമായിട്ട് പ്രചരണത്തിന് ഇറങ്ങുകയാണ്. അത് സ്വാഭാവികമായിട്ട് ആ ഒരു ഉന്മേഷം കോൺഗ്രസിനുണ്ടാക്കും. അത് കൂടുതൽ അവരുടെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു മറുവശം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം, സന്ധ്യ വാര്യര് BJP എന്ന് പറയുന്ന സംഘപരിവാർ ആശയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു. അത്തരത്തിലുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ രാഷ്ട്രീയം പേറി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് പൊടുന്നനെ മതേതര പാർട്ടിയായ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അത് എത്തരത്തിൽ അണികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ഇക്കാലം അത്രയും ഈ പറയുന്ന ഹിന്ദുത്വയ്ക്ക് വേണ്ടി സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പോലെയുള്ള മതേതര ജനാധിപത്യ പാർട്ടിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇക്കാലം പറഞ്ഞതത്രയും വിഴുങ്ങേണ്ടി വരും. കഴിഞ്ഞ ഈ പറയുന്ന പി സരിൻ, നമുക്ക് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ പി സരിൻ കഴിഞ്ഞ കാലങ്ങൾ അത്രയും ഏതാണ്ട് 6-7-8 വർഷങ്ങളോളം ഇടതുപക്ഷ ആശയത്തെ കമ്മ്യൂണിസത്തെ ഒക്കെ തെറി പറഞ്ഞിരുന്ന സരിൻ തിരിച്ച് കോൺഗ്രസിനെ തെറി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സംഘപരിവാറിന്റെ ആശയങ്ങളെ പേറി നടന്ന ഹിന്ദുത്വയെ പേറി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് CPM-നോട് ആശയപരമായി എതിർപ്പുണ്ടെങ്കിൽ പോലും ദേശീയതലത്തിൽ ഐഡിയോളജിക്കലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് ഈ ഹിന്ദുത്വയോടാണ്, BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തോടാണ്. അവർ എന്നും നിലകൊണ്ടുപോരുന്ന ആ ഒരു അപരമത വിദ്വേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ കോൺഗ്രസ് നഖശിഖാന്തം എതിർത്തിരുന്നതാണ്. ആ ആശയങ്ങളുടെയൊക്കെ ഒരു വ്യക്താവായിരുന്ന വ്യക്തിയാണിപ്പോൾ തങ്ങൾക്കൊപ്പം വന്നിരുന്നത്. അപ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മുന്നോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമെന്നത് ഒരു ചോദ്യമാണ്. എന്തായാലും സന്ദീപിന്റെ പ്രവേശനം ഉപാധിരഹിതമാണെന്ന് പറയുന്നുണ്ട്. സന്ദീപ് അക്കാര്യത്തിലൊന്നും പറയുന്നില്ല. സന്ദീപ് ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ താൻ തീരുമാനിച്ചു എന്നതാണ്. കോൺഗ്രസ് പ്രവേശനത്തെ അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധി MP അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കാണ്. BJP-ക്കെതിരെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹം തന്റെ യാത്രയിലൂടെ നടത്തിയ വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നതാണ് കോൺഗ്രസിന്റെയും തന്റെയും ലക്ഷ്യമെന്നത്. അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ന് ഈ കോൺഗ്രസിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്ദീപ് വാര്യരും പ്രതികരണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനെതിരെ കടന്നാക്രമണമാണ് സന്ദീപ് വാര്യർ നടത്തുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇക്കാലം അത്രയും BJP-ക്കും CPIM-നുമെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിരുന്ന, കോൺഗ്രസ് ഉയർത്തിയിരുന്ന, UDF ഉയർത്തിയിരുന്ന വളരെ വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, അതൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ട് അതേ കാര്യങ്ങൾ BJP നേതൃത്വത്തിനെതിരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ എന്ന ഈ കോൺഗ്രസിലേക്ക് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളെന്ന് പറയുന്നത്, 2-3 വിഷയങ്ങളെന്ന് പറയുന്നത്, സന്ദീപ് വാര്യർ പറയുന്നത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുമായും CPIM-ഉമായും BJP അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചു. അതിനെ എതിർത്തതാണ് താൻ ചെയ്ത ഒരു തെറ്റ്. മറ്റൊന്ന്, കൊടകര കരുവന്നൂർ ഡീല്, അത് തമ്മിൽ പരസ്പരം വെച്ചുമാറുന്ന ഒരു രാഷ്ട്രീയം പാർട്ടിയിലുണ്ട്. അതിനെതിരെ താൻ പ്രസംഗിച്ചു, അതിനെതിരെ നിലപാടെടുത്തു. ഒപ്പം തന്നെ ധർമ്മരാജൻ, അതായത് ഈ കൊടകര കുഴൽപ്പണ കേസിലെ ഇടനിലക്കാരനായിരുന്ന, ഈ പണം കൊണ്ടുവന്ന വ്യക്തിയായ ധർമ്മരാജൻ, അദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റിൽ തന്റെ പേരില്ലാതെ പോയി. ഈ 3 കുറ്റങ്ങളാണ് തനിക്കുള്ളത്. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിന്റെ കാര്യം പറയാൻ കാരണം, അന്ന് ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ KS സുരേന്ദ്രന്റെ പേരുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ആ കേസിൽ പ്രതിയാകുമെന്ന് വരെയുള്ള ചർച്ചകളുമൊക്കെ നടന്നിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ്, വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറയുന്നത് അങ്ങനെ ആ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ തന്റെ പേരില്ലാതെ പോയി. ഈ 3 കാര്യങ്ങളാണ് തനിക്ക് തെറ്റായിട്ട് തോന്നുന്നത്. അതൊക്കെയാണ് തന്റെ കുറവെങ്കിൽ ആ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ താൻ വന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും പറയുന്നത് അദ്ദേഹം വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഒക്കെ വിട്ടുകൊണ്ട് തങ്ങളുടെ മതേതര ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിലേക്ക് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്, തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ
പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടുലമായ ചില നീക്കങ്ങൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ ഒക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ തന്ത്രജ്ഞൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ്. ഒരു ചാണക്യൻ എന്നൊക്കെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ മറ്റ് വിശേഷങ്ങളില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ചടുലമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കമാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്ത് നടത്തിയ ചില നീക്കങ്ങളാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദിയബാദാസ് മുൻഷി, ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയായ മോഹൻ, കൂടാതെ ബെന്നി ബെഹന്നാൻ, അവിടെ അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒക്കെ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനൊപ്പം നിർത്തുക, കോൺഗ്രസ് വിടാതെ അവരെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ ആവലാതികൾ കേൾക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനകത്ത് ഒന്ന് ബെന്നി ബെഹന്നാനായിരുന്നു, മറ്റൊന്ന് അടൂർ പ്രകാശ് ആയിരുന്നു, അങ്ങനെയുള്ള KC ജോസഫ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ ഒക്കെ ഒരു കമ്മിറ്റിയെ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടക്കത്തിൽ ഈ സരിൻ പോയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവ് AK ഷാനിബ് ഉൾപ്പെടെ പാർട്ടിയുമായി ഇടഞ്ഞപ്പോൾ അവരുമായൊക്കെ ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൽ ഒരു അംഗമാണ് ഈ ബെന്നി ബെഹന്നാൻ. അദ്ദേഹമാണ് സന്ദീപ് വാര്യരുടെ ഈ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളിൽ ഒരാള്. പിന്നെ ഷാഫി പറമ്പിൽ, മുൻ പാലക്കാട് MLA, അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സന്ദീപ് വാര്യരുമായിട്ട് തുടർച്ചയായിട്ട് ചർച്ചകളിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അവസാന നിമിഷം, ഇത് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക്, മിന്നൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന രീതിയിൽ എതിരാളികളുടെ മൂർധാവിന് അവസാന മണിക്കൂറിൽ അടിക്കുന്ന ഒരു നീക്കം നടത്തി സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് BJP ക്യാമ്പിനെ ഒന്നടങ്കം ഉലച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സന്ദീപ് വാര്യരെ പാട്ടിലാക്കാൻ നടന്നിരുന്ന AK ബാലന് വ്യക്തിപരമായിട്ടും CPM-ന് സവിശേഷയും കിട്ടിയ വലിയ ഒരു അടി തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഈ ഒരു കോൺഗ്രസ് പ്രവേശനം. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് എത്രത്തോളം പ്രയോജനപ്പെടുത്തും, ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർക്ക് തൻ്റെ മുൻ പാർട്ടിയായിരുന്ന BJP-യിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ. എന്തായാലും CPIM ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ അറിയില്ല. ഇത്രയും നാൾ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ നേതാവ് അല്ലെങ്കിൽ മികച്ച നേതാവ്, പൊന്നോമന എന്നൊക്കെയാണ് പറഞ്ഞ് നടന്നിരുന്നത്. അത്തരത്തിലൊരു നേതാവാണ് കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ അവർ എങ്ങനെ കാണും, എങ്ങനെ വിമർശിക്കും എന്നത് അറിയാൻ, അല്ലെങ്കിൽ അത് ആകാംക്ഷയോടെയാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പറയുക BJP നേതാക്കളെ കോൺഗ്രസിന് എപ്പോഴും സ്വീകാര്യമാണ്, BJP-യിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ വലിയ താല്പര്യമാണ് എന്നൊക്കെയുള്ള കാര്യമായിരിക്കും. അല്ലെങ്കിൽ BJP കോൺഗ്രസ് ഡീലിന്റെ ഒരു ഇടനിലക്കാരനായിട്ട് സന്ദീപ് വാര്യർ വന്നു. അത്തരത്തിലുള്ള പല വിമർശനങ്ങളും എന്തായാലും ഇനിയിപ്പോൾ CPIM-ന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് എങ്ങനെയായിരിക്കും CPIM ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നത് വലിയ രസകരമായിരിക്കും. എന്തായാലും ആകാംക്ഷയോടെ തന്നെയാണ് കേരള രാഷ്ട്രീയം അത് ഉറ്റുനോക്കുന്നത്. സന്ദീപ് വാര്യരുടെ പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസിന് ചെറുതല്ലാത്ത ഉന്മേഷവും പ്രതീക്ഷയും ആശയുമാണ് ഇപ്പോൾ നൽകുന്നത്.